ഹലോ, വെറും 5 മിനിറ്റ് സോഷ്യൽ മീഡിയയിലൊന്ന് നോക്കിയിട്ട് വരാമെന്ന് കരുതിയാണ് നിങ്ങൾ ഫോൺ കയ്യിലെടുത്തത്. പക്ഷേ നോട്ടമെല്ലാം കഴിഞ്ഞ് സമയം നോക്കുമ്പോഴോ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. നമ്മളറിയാതെ നമ്മളുടെ സമയം ആരോ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് ഡിജിറ്റൽ ഹിപ്നോട്ടിസം എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പോലും അറിയാതെ നിയന്ത്രിക്കുന്ന ആ ഒരു രഹസ്യത്തെക്കുറിച്ചാണ്. നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ഓരോരുത്തരും ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ബ്രഷ് ചെയ്യുന്നതിനോ ചായ കുടിക്കുന്നതിനു മുൻപ് നമ്മളിൽ 90% പേരും ചെയ്യുന്നത് നമ്മളുടെ ഫോൺ എടുത്ത് നോക്കുക എന്നതാണ്. നമ്മൾ ഫോണിനെ ഉപയോഗിക്കുകയാണോ അതോ ഫോൺ നമ്മളെ ഉപയോഗിക്കുകയാണോ? ഈ ചോദ്യം നിങ്ങളിൽ എത്ര പേർ ചോദിച്ചിട്ടുണ്ടാവും? നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാം റീൽസുകളോ യൂട്യൂബ് ഷോർട്സുകളോ കാണുമ്പോൾ നമുക്ക് നിർത്തിക്കളയാൻ തോന്നാത്തത്? അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിശാലികളായ എഞ്ചിനീയർമാരും സൈക്കോളജിസ്റ്റുകളും ചേർന്നൊരുക്കിയ ഒരു വലിയ കെണിയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു സ്വർണമോ എണ്ണയോ ആണെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇന്ന് ലോകം ഭരിക്കുന്ന വമ്പൻ കമ്പനികൾക്ക് വേണ്ടത് നിങ്ങളുടെ ശ്രദ്ധ, അതായത് അറ്റൻഷൻ. അതാണ്. നിങ്ങൾ സൗജന്യമായി ഉപയോഗിക്കുന്നു എന്ന് കരുതുന്ന സോഷ്യൽ മീഡിയ ആപ്പുകൾ യഥാർത്ഥത്തിൽ സൗജന്യമാണോ? ആണെന്ന് നിങ്ങൾ പറയുമെങ്കിലും നിങ്ങളുടെ ഓരോ നിമിഷവും അവർ ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് അറ്റൻഷൻ ഇക്കോണമി എന്ന് വിളിക്കുന്നത്. നിങ്ങളെ എങ്ങനെ ഒരു സ്ക്രീനിന് മുമ്പിൽ എത്ര നേരം വേണമെങ്കിലും തളച്ചിടാമെന്ന് പഠിക്കാൻ വേണ്ടി മാത്രം കോടിക്കണക്കിന് ഡോളറാണ് ഈ സംഘം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൂഗിളും മെറ്റയും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അതുപോലെ വമ്പൻ കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് നൽകുന്നു. എന്തുകൊണ്ട്? കാരണം അവിടെ ഉൽപ്പന്നം ആപ്പുകളല്ല, പകരം ഞാനും നിങ്ങളും ഓരോരുത്തരുമാണ്. നമ്മളുടെ ഓരോ സെക്കൻഡും അവർ പരസ്യ കമ്പനികൾക്ക് വിൽക്കുകയാണ്. ഇതിനെയാണ് അറ്റൻഷൻ ഇക്കോണമി എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓരോ തവണ സ്ക്രോൾ ചെയ്യുമ്പോഴും നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്നൊരു കെമിക്കൽ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ കെമിക്കലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വളരെ സന്തോഷം തരുന്നൊരു ഹോർമോണാണ്. അടുത്ത വീഡിയോയിൽ ഇതിലും നല്ലത് എന്തെങ്കിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ നമ്മൾ വീണ്ടും വീണ്ടും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊരു ഗാംബ്ലിങ്, ചൂതാട്ടം പോലെയാണ്. ഈ ലോട്ടറി അടിക്കുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പണം ഇറക്കുന്നത് പോലെ. നല്ലൊരു വീഡിയോ ഇനിയും കാണാൻ കഴിഞ്ഞേക്കാം എന്ന് പ്രതീക്ഷിച്ച് നമ്മളുടെ വിലപ്പെട്ട സമയം ഇതിനിട്ട് കൊടുക്കുകയാണ്, എറിഞ്ഞു കൊടുക്കുകയാണ്. 2006 അസ റസ്കിൻ എന്ന ഡിസൈനറാണ് ഇൻഫിനിറ്റ് സ്ക്രോൾ എന്ന സംവിധാനം കണ്ടുപിടിച്ചത്. ഈ ഇൻഫിനിറ്റ് സ്ക്രോൾ എന്ന് പറയുമ്പോൾ അതെന്താണെന്നൊന്നുകൂടെ വിശദീകരിക്കാം. മുൻപ് നമ്മൾ ഇൻ്റർനെറ്റിൽ കയറുന്നു. ഇപ്പോൾ നമ്മൾ ജിമെയിലോ പണ്ട് ഓർക്കുട്ടോ ഒക്കെ ഉള്ള സമയത്ത് ഇൻ്റർനെറ്റിൽ കയറുമ്പോൾ ഒരു പേജ് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് അത് തനിയെ പോവില്ല. നമ്മൾ വലതുവശത്ത് കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ അടുത്ത പേജിലേക്ക് അത് പോവുകയുള്ളായിരുന്നു. ഇത് നമ്മുടെ തലച്ചോറിനൊരു വിരാമം, അതായത് സ്റ്റോപ്പ് സിഗ്നൽ നൽകിയിരുന്നു. അപ്പോൾ പലരും എന്നാൽ പിന്നെ കയറാമെന്നോർത്ത് അവിടെ വെച്ച് നിർത്തി എഴുന്നേൽക്കുമായിരുന്നു. എന്നാൽ ഇന്നത്തെ ആപ്പുകളിൽ അവസാനമില്ലാത്ത പേജുകളാണ്. ഇവിടെ നെക്സ്റ്റ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങളെപ്പോൾ നിർത്തണം എന്ന് തീരുമാനിക്കാനുള്ള സമയം പോലും നിങ്ങളുടെ തലച്ചോറിന് ലഭിക്കുന്നില്ല. ഇതിനെ ബോട്ടംലെസ് ബൗൾ എഫക്റ്റ് എന്ന് വിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു പാത്രത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഭവം വെച്ചിരിക്കുന്നു. അത് നിങ്ങൾ ഒരു സ്പൂൺ എടുത്ത് കഴിക്കുന്നു. നിങ്ങളൊരു സ്പൂൺ കഴിക്കുമ്പോൾ തന്നെ മറ്റൊരു സ്പൂൺ കൊണ്ട് ആ പാത്രം വീണ്ടും നിറയ്ക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ളതാണ് അവിടെ നിറച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രമാത്രം ക്വാണ്ടിറ്റി കഴിച്ചു എന്ന് നമ്മൾ പോലും അറിയുന്നില്ല. നമ്മൾ ഫോൺ കാണുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലായതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കുന്നു. ഇതിനെയാണ് ബോട്ടംലെസ് എഫക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ പണമൊന്നുമല്ല, നമ്മുടെ ജീവിതം തന്നെയാണ്. നിങ്ങളുടെ കുട്ടികളുടെ ചിരി കാണേണ്ട സമയത്ത്, പ്രിയപ്പെട്ടവരോട് സംസാരിക്കേണ്ട സമയത്ത്, അല്ലെങ്കിൽ സ്വന്തം കരിയറിന് വേണ്ടി അധ്വാനിക്കേണ്ട സമയത്ത് നമ്മൾ ഒരു ചെറിയ സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഏകാഗ്രത, അറ്റൻഷൻ സ്പാൻ ഒരു ഗോൾഡ് ഫിഷിനേക്കാൾ കുറവാണെന്നാണ് സയൻസ് പഠനങ്ങൾ പറയുന്നത്. ഒരു ഗോൾഡ് ഫിഷിൻ്റെ ശ്രദ്ധാ കാലയളവ് 9 സെക്കൻഡാണ്. അതായത് ഒരു ഗോൾഡ് ഫിഷ് അനങ്ങാതെ നിൽക്കാൻ സാധ്യതയുള്ള ഏറ്റവും കൂടിയ സമയം 9 സെക്കൻഡാണ്. 9 സെക്കൻഡിൽ കൂടുതൽ സമയം അനങ്ങാതെ നിൽക്കാൻ അതിന് പറ്റില്ല. ഒരു ചെറിയ മീനിനേക്കാൾ കുറഞ്ഞ സമയമേ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്നത്തെ മനുഷ്യന് കഴിയുന്നുള്ളൂ. അതായത് ഗോൾഡ് ഫിഷിനേക്കാളും വേഗത്തിൽ ചലിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യൻ. ആഴത്തിലുള്ള ചിന്തകൾ, വായന, പഠനം എന്നിവയെ ഇത് വളരെ ദോഷകരമായി ബാധിക്കുന്നു. മൈക്രോസോഫ്റ്റ് നടത്തിയൊരു പഠനമനുസരിച്ച് മനുഷ്യൻ്റെ ശരാശരി ഏകാഗ്രത 12 സെക്കൻഡിൽ നിന്നും 8 സെക്കൻഡിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ച ഗോൾഡ് ഫിഷ് എടുക്കുന്ന സമയത്തെക്കാളും കുറവ് സമയം മാത്രമേ ഇപ്പോൾ നമുക്ക് ഏകാഗ്രത ലഭിക്കുന്നുള്ളൂ എന്ന് സാരം. ഇനി നിങ്ങളൊരു ആപ്പിന് വേണ്ടി പണം നൽകുന്നില്ലെങ്കിൽ
നിങ്ങൾ അവിടുത്തെ ഉപഭോക്താവല്ല, പകരം നിങ്ങൾ അവിടുത്തെ വിൽപ്പന ചരക്കാണ്. ഇത് പലരും അറിയാതെയാണ് ആപ്പുകൾ ഉപയോഗിക്കുന്നത്. ഈ ആപ്പുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങളെ സഹായിക്കാനല്ല, മറിച്ച് നിങ്ങളെ ഇതിൽ തളച്ചിടാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച സൈക്കോളജിസ്റ്റുകളാണ് ഈ അൽഗോരിതങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ക്രോൾ ചെയ്യുകയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ നിമിഷങ്ങളെ ഓരോന്നോരോന്നായി നമ്മൾ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് വാസ്തവം. ഇപ്പോൾ ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം? ഫോൺ എടുത്ത് വലിച്ചെറിയണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഫോൺ വലിച്ചെറിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പകരം സ്മാർട്ട് ഫോണിനേക്കാൾ സ്മാർട്ടായി നിങ്ങൾ മാറണം. അതിനായി 3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാം. 1. നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുക. അതായത് ഈ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും നിങ്ങളെ വിളിച്ചുണർത്തരുത്. ഇതാ ഒരു മെസ്സേജ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ സമയത്തെ അപഹരിക്കരുത്. പകരം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ഫോൺ തുറന്ന് നോക്കുക. 2. ബെഡ്റൂമിൽ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപും എഴുന്നേറ്റ ഉടനെയും ഞാൻ ഫോൺ തൊടില്ല എന്ന് ഉറപ്പിക്കുക. ഇത്തിരി പാടുള്ള കാര്യമാണ്, പക്ഷേ ശ്രമിച്ചു നോക്കാം. ആ സമയം നിങ്ങൾക്ക് നന്നായി ചിന്തിക്കാൻ വേണ്ടി ഒന്ന് മാറ്റിവെക്കുക. നല്ല ചിന്തകളിലൂടെ മാത്രമേ നിങ്ങൾക്ക് നല്ല പുരോഗതി വരികയുള്ളൂ. 3. ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. ആഴ്ചയിലൊരിക്കൽ കുറച്ച് മണിക്കൂറുകൾ ഫോൺ പൂർണ്ണമായും മാറ്റിവെച്ച് പ്രകൃതിയിലേക്കോ മനുഷ്യരിലേക്കോ ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്തവരെല്ലാം വളരെ അത്ഭുതകരമായ റിസൾട്ടാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രായോഗികമായൊരു പരിഹാരം എന്ന നിലയിൽ നമുക്ക് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നോക്കാം. ഇതിനെക്കുറിച്ച് ഹുക്ഡ് എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഡിജിറ്റൽ മിനിമലിസം. അനാവശ്യമായ എല്ലാ നോട്ടിഫിക്കേഷനുകളും ഓഫ് ചെയ്യുക. ഗ്രേ സ്കെയിൽ മോഡിലേക്ക് ഫോണിനെ മാറ്റുക. നിങ്ങളുടെ ഫോണിലെ നിറങ്ങൾ മാറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. നമ്മുടെ തലച്ചോറിന് നിറങ്ങളോടുള്ള ആകർഷണം കുറയുമ്പോൾ ഫോൺ ഉപയോഗം താനെ കുറയും. ഇനി ബെഡ്റൂമിലെ ഒരു റൂൾ: നിങ്ങളുടെ ഉറക്കത്തെ മോഷ്ടിക്കാൻ ഫോണിനെ അനുവദിക്കരുത്. സ്ക്രീനിലെ കാഴ്ചകളെക്കാൾ മനോഹരമാണ് പുറത്തെ ലോകം. നിങ്ങളുടെ സമയം മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫോൺ ഒന്ന് മാറ്റിവെച്ച് ചുറ്റുമുള്ളവരിലേക്ക് ഒന്ന് നോക്കാൻ ശ്രമിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് ഉപകരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഒരു സുഹൃത്തിനു കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫോൺ ഉപയോഗം കുറയ്ക്കാൻ നിങ്ങൾ എന്തു മാർഗ്ഗമാണ് സ്വീകരിക്കുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. ഇത്തരം വീഡിയോസ് കിട്ടുന്നതിനായി നിങ്ങൾക്ക് ടൈം മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇതിൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.